ഹലോ ഗായ്സ്, ഇങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നേക്കുവാണേ. ഇവിടെ ഉത്സവമായിരുന്നു, ഉത്സവമൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയിട്ട് മസാല ദോശ കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മസാല ദോശ കഴിക്കാനായിട്ട് കയറിയപ്പോൾ ചെറുത് കാലുവാരി പൊറോട്ട കഴിക്കണമെന്നാക്കി. അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞാനും അമ്മവും കൂടെ പോയിട്ട് വരുവാണേ. അപ്പോൾ നമ്മൾ പതിയെ പോയിട്ട് ഭയങ്കര ചൂട് ഐസ്ക്രീം വാങ്ങാമെന്ന് പറഞ്ഞു. ഐസ്ക്രീം വാങ്ങാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് അവിടെ ഐസ്ക്രീം ഇല്ല, കുൽഫിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുൽഫിയൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോന്നു. വീട്ടിലെത്തി എല്ലാവർക്കും വീതം വെക്കാനായിട്ട് തുടങ്ങി. നോക്കട്ടത് കളറ് സേമിയ ഉണ്ട്. അടി അർജുന്റെ കണ്ണ് ചൂടിന്റെ തോട്ടി പോണെന്ന്. അങ്ങനെ നമ്മൾ പേരയ്ക്ക പറിക്കുകയാണ് ഗായ്സ്. അപ്പം നല്ല വിളഞ്ഞൊരു പേരയ്ക്ക കിടപ്പുണ്ട്. പഴുത്ത് കഴിഞ്ഞാൽ അതങ്ങ് കേടാവും, അതിനെല്ലാം തിന്നാനൊരു ടേസ്റ്റും ഇല്ല. വിളഞ്ഞ് നിൽക്കുമ്പോൾ പറിച്ചതാ ഈ പരുവത്തിൽ തിന്നാൻ എന്താ രുചിയെന്നറിയാവോ? അങ്ങനെ അവിടെ നിന്ന് നമ്മളെല്ലാം പറക്കി കെട്ടി തോട്ടി പോവാണ് ഗായ്സ്. അങ്ങനെ വരുമ്പോഴേക്ക് ഇതാണ്ട് പൊന്നാടടുക്ക് വരെ കയറി. അവൾ കുഞ്ഞിനെ എടുത്തോണ്ട് മുളകോട്ട് കയറി വന്നു. ചൂട് കാരണം ഒരു രക്ഷയില്ല ഗൈസ്. പൊന്നായാണെങ്കിൽ ഉടുപ്പെല്ലാം ഊരിക്കളഞ്ഞിങ്ങനെ നടക്കുക, കാറ്റൊക്കെ കൊണ്ട് നടക്കുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അവളെടുത്തുകൊണ്ട് ഇങ്ങനെ വന്നു. ദാ നമ്മുടെ പൊന്ന വരുന്നുണ്ട്, നമ്മുടെ ചുന്ദരി വരുന്നുണ്ട്. കളി ചുന്ദരി നോക്കിക്കെ കൈയിട്ടെന്നെ ഇങ്ങനെ അടിച്ചിട്ടേ ഉണ്ട് നമ്മുടെ സുന്ദരി. അങ്ങനെ പൊന്നായ അവളുടെ കൈ കൊടുത്തിട്ട് ഞങ്ങളെല്ലാം കൂടെ തോട്ടിപ്പോവാണേ. നമ്മുടെ അർജു ഉണ്ട്, അർജു വഴിയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുക. അങ്ങനെ തോട്ടിലെത്തിയത് അർജു വന്ന് വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് തോട്ടിൽ ചാടാനും നീന്താനുമുള്ള പരിപാടിയൊക്കെയാണ്. അവൻ പിന്നെ എപ്പോഴും ഇവിടെ വരുന്നത്, അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുളിക്കുന്നത്. എവിടെ വെള്ളം കിടന്നാലും അവൻ ചാടി കുളിച്ചോളും. പിന്നെ അർജുൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടൂസും ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാനായിട്ട്. അതേസമയം നമ്മുടെ ഇവിടെ ഒരു ചാളമേരിയുണ്ട്, ജൂലിപ്പെണ്ണ്. കുളിക്കാൻ എന്നാ മടിയാണോ, കുളിക്കാൻ വിളിക്കുമ്പോഴേ കിടന്ന് കുരച്ചുകൊണ്ട് ഓടുന്ന ഓട്ടം കാണും. പിടിച്ചിട്ട് വേണം അവളെ കുളിപ്പിക്കാൻ. പക്ഷെ ഇവർ രണ്ടുപേരും നല്ലതായിട്ട് കുളിച്ചോളും പിന്നെ എപ്പോഴും. ഓ, അർജുൻ്റെ ഒരു സന്തോഷം കണ്ടില്ല, അങ്ങ് തുള്ളിച്ചാടി നടക്കും അവരുടെ കൂടെ തന്നെ. തോട്ടി കുറച്ച് സമയം നിന്നുള്ള എല്ലാത്തിനും വിശപ്പ് കയറി, ഇന്ന് കഴിക്കാനൊന്നും എടുക്കാതാ പോയത്. അങ്ങനെ തിരിച്ചു പോന്നു. കുഞ്ഞിക്കളി നീയാ വെക്കണ്ടേ? അതെന്റെ അളവ് വ്യത്യാസമുണ്ട്, അളവ് വ്യത്യാസമുണ്ട്. അളവ് വ്യത്യാസം പറ്റത്തില്ല. കുറച്ച് കയ്യിലും കൂടെ ഒഴിച്ചു കൊടുക്കും. എനിക്ക് ഇലയുടെ അങ്ങനെ ഇലയടയും കട്ടൻ ചായ തൊട്ടിന്ന് വന്നപ്പോ നല്ല വിശപ്പുണ്ടായിരുന്നേ. ഇതെന്തുവാ ഇത്? ഇത് ഇലയുടെ തന്നെയാണ്.
ഓസിന് മേടിക്കാന്ന് പറയുന്നത് തുപ്പിട്ടൊക്കെ കൊറേ എന്നെ മൊത്തം കൊല്ലു. അപ്പോൾ ശരി ഗായ്സ്, ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട്. എല്ലാം തീർത്തിട്ട് ഇപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേന് വിളക്ക് കത്തിക്കണം, പ്രാർത്ഥന, അത് കഴിയുമ്പോൾ അമ്മയുടെ അടുക്ക പോകണം. അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണേ. പരീക്ഷ തുടങ്ങിയോണ്ട് പിന്നെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയായിപ്പോൾ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ചെറുതൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കാണാം. ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് ഭയങ്കര പ്രാർത്ഥനയാണ്. അങ്ങനെ നമ്മൾ അമ്മയുടെ അടുക്ക് എത്തി. പറയാതെ വന്നുകൊണ്ട് ഒന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞ് പിള്ളേരെ കടയിൽ വിടുവാണ് അമ്മ. അങ്ങനെ അടി വെച്ച് കടയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താവോ അവിടെ ചെന്ന് കാണുന്ന സാധനം മേടിക്കാൻ പറഞ്ഞാൽ ഞാൻ മേടിക്കാതെ ഞാൻ എന്റെ സാധനം മേടി ഞാൻ മുട്ടായും അമ്മേ മുട്ടായി മാത്രം മേടിച്ചു. 3 മുട്ടായി. 3 മുട്ടായി സമ്മതിക്കണം. എന്നിട്ട് അവിടെ കിടന്ന് മറ്റേ പിച്ചകൾ കിടന്ന് കാണും. 50 ചെറുതായിരുന്നു. അങ്ങനെ 2.55 മതി. രണ്ടും വലുതാ. പിന്നെ പ്രശ്നം അമ്മ ഞാൻ കാര്യം പറഞ്ഞേ, ആ 2 ചെറുതുങ്ങള് സെൻട്രൽ ഫാഷൻ വേണ്ടി നീ സ്കൂളിൽ ഒരു ശകലം മതി കേട്ടോ. അമ്മ കൊണ്ട് പഞ്ചസാര മറിച്ചു ഗൈസ്. മോഹനമാമായി ഏൽപ്പിച്ചിട്ട് മോഹനമാമായി തിന്നോളം പറഞ്ഞു പഞ്ചസാര പച്ചവെള്ളത്തിന്റെ കിളക്കി. എനിക്കെപ്പോഴും പഴയകാല ഓർമ്മകൾ ഓർക്കുമ്പോഴേ ചിരി വരും. പഞ്ചസാര പച്ചവെള്ളത്തിൽ അമ്മ എങ്ങോട്ടേലും പോകുമ്പോൾ കലക്കി കുടിക്കുന്നു. മാമനെ ഏൽപ്പിച്ചിട്ട് അമ്മ പോകും. എന്നിട്ട് മാമൻ കുടിച്ചോളം പറഞ്ഞെന്ന് പറയും. പിടിക്കുമ്പോഴത്തേന് അതൊക്കെയായിരുന്നു കൊച്ചിലത്തെ പരിപാടികൾ. ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം പിന്നെ ചിക്കൻ കറിയും ബ്രെഡും കൂടെ തിന്നാന്ന് പറഞ്ഞെല്ലാം നിരന്ന് പോയി ഇരുന്നതാ. കട്ടൻ ചായയും ഉണ്ട് കൂടെ. രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിയ എല്ലും കപ്പ ഉണ്ടായിരുന്നു. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ കൊടുത്തിട്ട് പോയി അമ്മ. ചക്കക്കുരുത്തോരൻ കണ്ടതേ ഞാൻ ഓടി ചോറെടുക്കാനായിട്ട്. അങ്ങനെ ചക്കക്കുരുത്തോരനും നെല്ലിക്ക അച്ചാറും ഒക്കെ കൂട്ടി ഞാൻ ഒരു പിടുത്തം പിടിക്കട്ടെ ഗൈസ്. വേണ്ടേ വേണ്ടേ അല്ല പണ്ട് ഞാൻ കാണിക്കുന്നില്ല. പട്ടി എല്ലു കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ കഴിച്ചുകൂടി നിന്നെ എന്ന് പറഞ്ഞാൽ അമ്മ ഏറ്റെടുത്തേക്കോ. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. നാളെ എല്ലാത്തിനും പരീക്ഷ തുടങ്ങും. അപ്പൊ തിരിച്ച് പോവാ. മതി മതിയടാ. അങ്ങനെ രാവിലെ മൂത്ത ആൾക്കുള്ള തക്കാളിച്ചോറാണേ. അവൻ പിന്നെ സ്കൂളിൽ നിന്നായിരുന്നു കഴിക്കുന്നതൊക്കെ. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് മാത്രമാണ് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നത്. ചമ്മന്തി വേറെ ഇലക്കകത്ത് പൊതിഞ്ഞെടുത്ത് പോകാൻ പറഞ്ഞില്ല. ചമ്മന്തി അക്കൂടെ തന്നെ വെച്ചാൽ മതിയെന്ന്. പത്രപ്പേപ്പർ നോക്കിയിട്ട് ഒറ്റ ഇല്ല. ലാസ്റ്റ് കലണ്ടർ കീറി ഗൈസ്. 2024 ഡിസംബറിലെ കലണ്ടറൊക്കെ വലിച്ച് കീറി പൊതിഞ്ഞ് അവരെ എല്ലാവരെയും പറഞ്ഞു വിട്ടു. വൈകുന്നേരം ആയപ്പോഴത്തേന് ഭയങ്കര മഴയായിരുന്നു. മൂത്താളും നനഞ്ഞാൽ വന്നത്. ചെറുതും നനയാതാ വന്നത്. എന്നിട്ട് ഇതാണ് സൈക്കിൾ കൊടുത്ത് മഴയത്തോട് അവനും അർജുൻ കൂടെ പാഞ്ഞ് നടക്കുവാണ്.
അപ്പോൾ അങ്ങനെ നമ്മുടെ മഴയുടെ ശക്തിയൊക്കെ കുറഞ്ഞു. ഇനി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞേ. അപ്പോൾ ശരി, ബായ്.